കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട അതിരപ്പള്ളിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയാണ് ആനയെ തുരത്തിയത്. പെരിങ്ങൽകുത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ട വാച്ചുമരം ഊരിലെ വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. കാട്ടാന ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിച്ചു. വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞതിന്റെ മുറിപ്പാട് ഉണങ്ങിയില്ല. അതിനിടയിൽ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെയാണ് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സലയെ കാട്ടാന കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം 10:30 വാച്ചുമരം കോളനിയിലെത്തിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. വനവകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ഇന്ന് രാവിലെയും അതിരപ്പള്ളി ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. റോഡിലേക്കെത്തിയ കാട്ടാനകളെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വിരട്ടി കാട്ടിലേക്ക് ഓടിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അരമണിക്കൂറോളം നേരം ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ വിഷയം ചർച്ച ചെയ്യാൻ ചാലക്കുടി വാഴച്ചാൽ ഡിഎഫ്ഒമാർ സംയുക്ത യോഗം വിളിച്ചു. കാട്ടാനകൾ മാത്രമല്ല, മാനും മ്ലാവും കാട്ടുപന്നിയും തുടങ്ങി വന്യമൃഗങ്ങളാകെ സ്വൈരജീവിതം തച്ചു തകർക്കുകയാണ്. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ പദ്ധതികളിൽ വിശ്വസിച്ച് ഇനിയും എത്ര നാളെന്നതാണ് അതിരപ്പള്ളി ജനതയാകെ ചോദിക്കുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. വയനാട് കക്കയം നേര്യമംഗലം ഇവിടത്തെ ഒന്നും സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമല്ല അതിരപ്പള്ളിയിലെയും അവസ്ഥ. കാട്ടാന ആക്രമണത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇവന് ഒരു വിലയില്ലാത്ത രീതിയിൽ മനുഷ്യന് ഒരു ദിവസം പോലും പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ടൗൺ പ്രദേശത്തുള്ള കടകളൊക്കെ ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ അടച്ച് അവർ പോവുക. കാരണം ആന ഒരു 5 മണി മുതൽ ആനയുണ്ട് റോട്ടിൽ. ഇത്രയും കാലഘട്ടങ്ങളിലൊന്നും ആന റോട്ടിലേക്ക് ഇറങ്ങാറുണ്ടായില്ല. ഇപ്പോൾ ആരെങ്കിലും ജനങ്ങൾ വിളിച്ചു പറയുക ആന ഇറങ്ങി എന്ന് പറയുമ്പോൾ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ജനങ്ങളോ വരും. അപ്പോൾ അതിനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നു. ഇപ്പോൾ പടക്കം ഒന്നും ഏൽക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അതിരപ്പള്ളി പ്ലാന്റേഷൻ്റെ ഇവിടെ നമ്മുടെ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് അവർ വൈകിട്ട് ഒരു 6-6:30 കൂടി പുഴ ഇറങ്ങി വരികയും അതിനുശേഷം നമ്മുടെ യഥേഷ്ടം റോഡുകളിൽ നമുക്കറിയാം, ടൂറിസ്റ്റ് ബസ്സുകൾ വന്നു കഴിഞ്ഞാലും ഒരു റോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ആന കിട്ടും, ഉറപ്പാണ്. ആ രീതിയിലാണ് ആന നമ്മളൊരു 6 മണിക്ക് ശേഷം നമ്മുടെ ഈ ജനവാസ മേഖലയിൽ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാന പ്ലാന്റേഷൻ മൊത്തം കാട്ടാന എണ്ണപ്പനൊക്കെ അടിച്ച് കാട്ടാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും കാട്ടാനയെ തന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കാട്ടാനയുടെ ഇടയിലേക്ക് പോയിട്ട് മറ്റേ സെൽഫി എടുക്കാനും ആവശ്യങ്ങൾ അതിനെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആരെങ്കിലും വീടുകളിൽ ഇപ്പോൾ കൃഷികളൊക്കെ ശല്യമുണ്ട് രാത്രി വന്നിട്ട്.